ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഇപ്പോൾ താമസിച്ചുള്ള ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഒരുമിച്ച് നിങ്ങളും പ്രാർത്ഥിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹാലേലുയ. കർത്താവിൻ്റെ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയല്ലേ. വചനം പറയുകയാണ്, അനുതാപമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നധികമായി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒരു അനുതാപം ഉണ്ടാകണം. നമ്മൾ ദൈവത്തിനെതിരായ ഒരു പാപം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാപം ഉണ്ടാകുമ്പോൾ ഒരു അനുതാപം നമ്മുടെ വേണം. നമ്മൾ അതിനെ ചിന്തിക്കുമ്പോൾ പൂർവ്വപിതാവായ ജോസഫ് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ പറയണതാണ്, ഞാൻ ദൈവത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു തിന്മ ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഒരു അനുതാപം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരു അനുതാപമാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു അനുതാപം. വീണ്ടും പാപത്തെക്കുറിച്ച് നമുക്കൊരു അനുതാപം ഉണ്ടാണ്. അതാണ് പാപം ചെയ്തു പോയി, മനസ്താപം വേണം, അനുതാപം വേണം, പാപബോധം വേണം. ഈ ഒരു കൃപയിലേക്ക് വളരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ സമയം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ മക്കളും അനുതാപവും പാപബോധവും എല്ലാം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.